തോമാശ്ലീഹായും ഭാരത പ്രേഷിതത്വവും എന്ന പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിൽ പ്രേക്ഷകർക്കായി തോമാശ്ലീഹായെക്കുറിച്ചുള്ള ചരിത്ര വിവരണങ്ങൾ നൽകുന്നത് കോതമംഗലം രൂപതയുടെ മുഖ്യ വികാരി ജനറാളും ചരിത്രകാരനുമായ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ അച്ഛനാണ്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛ, തോമാശ്ലീഹായുടെ സന്ദർശനത്തെക്കുറിച്ചു പൗരസ്ത്യ പാശ്ചാത്യ പിതാക്കന്മാർ നൽകിയിട്ടുള്ള വിവരണങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? തോമാശ്ലീഹ കേരളത്തിൽ വന്നു പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് ഇതിനേക്കാളേറെ ഇന്ത്യയിൽ വന്നു എന്നതാണ് ഇവരെല്ലാം ഏറ്റവും കൂടുതൽ പറയുക. ഇന്ത്യ വന്ന് പറയുന്ന നീണ്ട ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ഈ പണ്ഡിതരായ പാശ്ചാത്യ പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. എൻ്റെ മനസ്സിൽ വരുന്ന 2-3 പേരുകൾ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന് 3-4 നൂറ്റാണ്ടുണ്ടായിരുന്ന ജെറോം. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ക്രിസ്ത്യാനികൾ 150 AD അലക്സാണ്ട്രിയയിൽ ചെന്നു. ഡെമട്രിയസ് പത്രികസിനടുക്ക് ചെന്നിട്ട് ഞങ്ങളുടെ ഈ അടുക്കൽ വരണം എന്ന് ഡെമട്രിയസ് സമീപിച്ച് പറയുകയും പന്തേനുസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെയും കൂടെ അയക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആവശ്യപ്പെട്ടിട്ടാണെന്നാണ് പറയുക. ആ സമയത്ത് പന്തേനുസ് അവിടുത്തെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് 150 AD വിട്ടുവെന്ന് വിശുദ്ധ ജെറോമും പിന്നീട് യൂസേബിയസ് എന്ന് പറഞ്ഞ ചരിത്രകാരനും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചരിത്രപരമായ സത്യമാണ് എന്ന് പലരും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്നത് തോമാശ്ലീഹ ഇവിടെ വന്നുവെന്നും ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് ജന്മം കൊടുത്തുവെന്നും ആ ക്രൈസ്തവ സാന്നിധ്യം നൂറ്റാണ്ട് മുമ്പ് തന്നെ ഉണ്ടെന്ന് തന്നെയാണ്. ഇതാണ് ശ്രീധരമേനോൻ പോലും ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത്. തോമാശ്ലീഹ പ്രേക്ഷിതപ്രവർത്തനം നടത്തിയ വലിയ തെളിവാണ് ഈ ഡെമത്രിയസ് പത്രികസിനൊക്കെ ചെന്നിട്ട് പന്തേനുസിനെയും കൂടെ കിട്ടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അത് വലിയൊരു യഹൂദ ക്രൈസ്തവ സാന്നിധ്യമുള്ള സ്ഥലമാണ് അലക്സാണ്ട്രിയ. ഈ സമയത്ത് 40% പേരും ക്രിസ്ത്യാനികൾ അലക്സാണ്ട്രിയയിൽ. 29 രൂപതകൾ നൈൽ നദീ തീരത്തുണ്ട്. നൈലിൻ്റെ ഡെൽറ്റയിൽ തന്നെ 44 രൂപതകളുണ്ട്. അത്രയും ക്രൈസ്തവ സാന്നിധ്യമുള്ള ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് ക്രൈസ്തവർ വിടാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർ ചെന്ന് അഭ്യർത്ഥിച്ചു എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്ത്യൻ നെറ്റ്വർക്കിലാണ് ഇവിടുത്തെ മാർത്തോമ ക്രൈസ്തവർ കഴിഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു തെളിവ്. അലക്സാണ്ട്രിയയിൽ നിന്ന് പന്തേനുസ് ഇവിടെ ക്രിസ്ത്യാനികളെ കാണാൻ വരികയും ഇവരുടെ തെറ്റുകൾ തിരുത്താൻ അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതാണ് ഒരു തെളിവ് നമുക്ക് കിട്ടുന്നത്. അത് വിശുദ്ധ ജെറോമും യൂസേബിയസ് ചരിത്രകാരൻ നൽകുന്ന വിവരങ്ങളാണ്. മറ്റൊന്നുള്ളത് നമുക്ക് മിലാനിലെ വിശുദ്ധ അംബ്രോസ് നൽകുന്ന വലിയൊരു വിവരണമാണ്. മിലാനിലെ വിശുദ്ധ അംബ്രോസ് പറയുന്നത് തോമാശ്ലീഹ ഇന്ത്യയിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ അന്ന് ബ്രാഹ്മണരുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മുസൂരിസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, സൗത്ത് ഇന്ത്യയിൽ മുസൂരിസിനെ കുറിച്ച്. അപ്പോൾ അത് കൂടുതൽ വിശ്വസനീയമായ രേഖയാണ് മിലാനിലെ വിശുദ്ധ അംബ്രോസിൻ്റെ വിവരണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിവരണമാണ് നമ്മുടെ വിശുദ്ധ എഫ്രേമിൻ്റെ വിവരണം. അത് 4-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. ഏകദേശം 390 കാലഘട്ടം ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് തോമാശ്ലീഹ ഇന്ത്യയിൽ പ്രേക്ഷിതപ്രവർത്തനം നടത്തി. അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹം കബറടക്കിയത് ഇന്ത്യയിലാണ്. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ എദേസയിലേക്ക് കൊണ്ടുപോയി. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡ് സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ നിന്ന് ഏകദേശം 232 AD അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം എദേസയിലേക്ക് കൊണ്ടുപോയി എന്ന്. ആ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം അവിടെ പ്രദർശിപ്പിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചൊരു വിവരണം നൽകാൻ വേണ്ടിയിട്ടാണ് ആക്ട്സ് ഓഫ് തോമസ് തയ്യാറാക്കിയെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സംസാരത്തിനിടെ പറയുകയുണ്ടായി. അപ്പോൾ എഫ്രേമിൻ്റെ കൃതികളും കവിതകളും അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് നമ്മുടെ ഈ ഗ്രിഗറി ടൂൾസ്. 5-6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് മെറവിഞ്ചിയൻ രാജാക്കന്മാർ, ഫ്രാൻസിൽ ഭരിച്ചിരുന്ന മെറവിഞ്ചിയൻ രാജാക്കന്മാരുടെ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യർ മനസ്സിലാക്കാനും പഠിക്കാനും ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അത്രയും ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള വ്യക്തിയാണ് ഗ്രിഗറി ടൂൾസ്. അദ്ദേഹം പറയുന്നത് മൈലാപ്പൂർ തോമാശ്ലീഹ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് ഒരു മൊണാസ്ട്രി ഉണ്ട്, ആശ്രമമുണ്ട്, ഒരു ദേവാലയമുണ്ട്. അവിടെ ദൈവികമായ ഇടപെടലുണ്ട്. ഒരു തിരി എന്നും അവിടെ കത്തിയിരിക്കും. എന്ന് എണ്ണ കൊടുക്കണ്ട, ആരും തിരി മാറ്റണ്ട, എന്നും ആ തിരി കത്തി നിൽക്കുന്നുണ്ട്, അത്ഭുതകരമായി നിൽക്കണമെന്നുണ്ട്.
അദ്ദേഹം ഇതിൻ്റെ സ്രോതസ്സും പറയുന്നുണ്ട്. തിയോഡോറസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് വിവരം തന്നതെന്നാണ്. ഈ പാരമ്പര്യം നമ്മൾ 16-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും തോമസിൻ്റെ കബറിടത്തിനരികിൽ ഒരു തിരി കത്തിച്ച് വയ്ക്കുന്നുണ്ട്. നമ്മൾ അത് പിന്നീട് മരിഞ്ഞോളിയെ കുറിച്ച് പറയുന്നുണ്ട്, മാർക്കോപ്പോളോ പറയുന്നുണ്ട്. പിന്നെ ഡുവാർട്ട 1292 മാർക്കോപ്പോളോ വരുമ്പോൾ 1340-കളിലൊക്കെ മരിഞ്ഞോളിയും നമ്മുടെ ഫ്രൈ ജോർദാനസൊക്കെ വരുമ്പോൾ ഈ പരാമർശം വീണ്ടും നമ്മൾ കാണാം. 1516 ഡുവാർട്ട ബർബോസ അവിടെ തോമാസ്ലിഹായുടെ കബറിടത്തിൽ തിരി തെളിച്ച് വയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈ പാരമ്പര്യങ്ങൾ, ഈ പറച്ചിലുകളെല്ലാം ഒരു എന്താ പറയുക, ഒരു വിള്ളലും ഉണ്ടാകാത്ത ഒരു തുടർച്ചയായിട്ടുള്ള പരാമർശം കാണുന്നുണ്ട്. അത് സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഈ സ്ഥലം തോമസിൻ്റെ കബറിടമായിട്ട് ആൾക്കാർ കണക്കാക്കപ്പെട്ടിരുന്നു. അവർ വണങ്ങിയിരുന്നു, അവിടെ ആളുകൾ ഒഴുകിയെത്തിയിരുന്നു. അപ്പം ഈ സഭാപിതാക്കന്മാർ പറയുന്ന വിവരങ്ങളും പിന്നീട് കിട്ടുന്ന വിവരങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് ചരിത്ര സത്യമുണ്ട്, അത് ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് തന്നെ വെളിവാക്കുന്നതേ. നമുക്ക് 9-ാം നൂറ്റാണ്ടിൽ സൈമൺ ബർക്കൂനി എന്ന് പറയുന്ന ഒരു പൗരസ്ത്യ സഭാപിതാവുണ്ട്. അദ്ദേഹം എഴുതുന്ന ഒരു വിവരണമുണ്ട്. തോമസ് അടക്കിയിരിക്കുന്ന കിലോമിന എന്ന് പറഞ്ഞാൽ കലാമിനെയാണ്. 4-ാം നൂറ്റാണ്ട് തൊട്ട് പൗരസ്ത്യ പാശ്ചാത്യ സഭാപിതാക്കന്മാരുടെ വിവരണങ്ങളെല്ലാം തോമസ് അടക്കിയിരിക്കുന്ന സ്ഥലമായിട്ട് പറഞ്ഞത് കലാമിനെയാണ്. കലാമിന ചോളമണ്ഡലമാണ്. ചോളമണ്ഡലം എന്ന് പറയുന്നത് കൊറമാണ്ടലാണ്, പിന്നീട് കൊറമാണ്ടലായിട്ട് മാറിയത്. തമിഴ് തീരത്തെ മുഴുവൻ ചോളമണ്ഡലമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കാരണം ചോളന്മാർ ഭരിച്ചിരുന്നുകൊണ്ട് ചോളന്മാരുടെ തീരം എന്നർത്ഥത്തിലാണ് ചോളമണ്ഡലം എന്ന് മാറിയത്. അതിനെ പാശ്ചാത്യ ലോകവും വിദേശീയരും മനസ്സിലാക്കിയത് ചോളമണ്ഡലം ലോപിച്ച് കലാമിന എന്ന പേരിലാണ്. മൈലാപ്പൂരിലേക്കാണ് സൂചന നൽകുന്നത്. അതിൻ്റെ വ്യക്തമായിട്ട് ഈ സൈമൺ ബാർക്കോനി പറയുന്നുണ്ട് അത് അടക്കിയിരിക്കുന്നത് മാരേബ് എന്ന സ്ഥലത്താണ്. അടക്കിയിരിക്കുന്നത് മാരേബ് പട്ടണത്തിലാണ്. മാരേബ് പട്ടണം മൈലാപ്പൂരാണ്. അത് പിന്നീട് നമ്മൾ ഈ സലീബ ഇബൻ യുഹാന്ന എന്ന് പറഞ്ഞ് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൗരസ്ത്യ സഭാപിതാവുണ്ട്. അദ്ദേഹം വിവരിക്കുന്നുണ്ട് കലാമിനയിൽ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് പട്ടണം മിരാപ്പൂരാണ്, മിലാഫാണ്. മിലാഫ് അല്ലെങ്കിൽ മിരാപ്പൂർ എന്ന് പറയുന്നത് അത് മൈലാപ്പൂരാണ്. ആൾക്കാർ കേൾക്കുന്ന വിധത്തിലാണ് എഴുതുന്നത്. ഇന്നത്തെ പോലെ സ്പെല്ലിംഗ് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളില്ല. അവർ കേട്ടത് മൈലാപ്പൂർ എന്നാണെങ്കിലും അത് മരേബെന്ന് അല്ലെങ്കിൽ മിലാപ്പെന്നോ അല്ലെങ്കിൽ മിലാപ്പൂരെന്നോ ഒക്കെയാണ് അവർ മനസ്സിലാക്കിയത്. അവർ ആ വിധത്തിൽ എഴുതുന്നത് വാമൊഴിയായി കിട്ടിയിട്ട് അവർ രേഖപ്പെടുത്തുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ സഭാപിതാക്കന്മാർ എഴുത്തുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. തോമസ് കബറടങ്ങിയ സ്ഥലം, ആ കബറിടത്തിലുള്ള പാരമ്പര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിന് ഒരു ഇൻട്രപ്ഷനും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ രേഖകൾ തുടർച്ചയായിട്ട് കാണുകയാണ്. അപ്പോൾ അത് കാണിക്കുന്നത് അതിന് സത്യത്തിൻ്റെ അംശമുണ്ടെന്നുള്ളതാണ്. നമ്മൾ മുന്നുള്ള ഈ എഫ്രമിൻ്റെ വിവരണങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ സൈമൺ ബർക്കോനിയുടെയും അല്ലെങ്കിൽ പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സലീബ് ഇബൻ യുഹാനയുടെ വിവരണങ്ങളെല്ലാം. അപ്പോൾ ഈ വിവരണങ്ങളെല്ലാം ഇന്ത്യയെ മരിച്ചു അത് കലാമിനിൽ അടക്കി മരേബ് അല്ലെങ്കിൽ മൈലാപ്പൂർ അല്ലെങ്കിൽ മിലാപ്പൂർ അല്ലെങ്കിൽ മലാപ്പൂർ എന്ന സ്ഥലത്താണ് അടക്കിയത്, പട്ടണത്തിലാണ് അടക്കിയത് എന്ന വിവരണങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചരിത്രമായ യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടല്ലേ ഇറ്റലിയിലുള്ളവരും എദേശയിലുള്ളവരും പേർഷ്യയിലുള്ളവരും അബ്ബാസിദ് ബാഗ്ദാദിലുള്ളവരും ഒക്കെ ഈ വിവരണങ്ങൾ തന്നെ തരുന്നത്? എന്തുകൊണ്ടാണ് ഒരേ വിവരണങ്ങൾ തന്നെ തരുന്നത്? ഒരേ യാഥാർത്ഥ്യത്തിൽ ഇതിന് വിരൽ ചൂണ്ടുന്ന ചരിത്രത്തിൻ്റെ സത്യം അതായതുകൊണ്ടല്ലേ. എഴുതുമ്പോഴുണ്ടാകുന്ന കറപ്ഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ലോപനങ്ങളുണ്ടാകും വാക്കുകൾക്ക്. ആ ലോപനം സംഭവിക്കണം മനസ്സിലാക്കലിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അവർ മനസ്സിലാക്കിയ വിധം അതാണ്. എഴുതുമ്പോൾ ആ വ്യതിരിക്തത അതിനകത്തുണ്ടാകുന്നു. വസ്തുതകളിൽ വൈരുദ്ധ്യമില്ല, വസ്തു വൈരുദ്ധ്യമില്ല. കാരണം ഇത് മനസ്സിലാക്കിയില്ല ഈ പ്രശ്നം ഇതെല്ലാം തെറ്റാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ വേർഷൻസിൻ്റെ ന്യൂക്ലിയസ് ഒന്ന് തന്നെയാണ്. വേരിയൻസ് ഉണ്ടാകുന്നത് എവിടെയാണ്? അവർക്ക് അവർ മനസ്സിലാക്കിയ വിധത്തിൽ അതിന് വ്യത്യാസങ്ങളുണ്ടാകും. യാഥാർത്ഥ്യം ഒന്ന് തന്നെയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അത് സഭാപിതാക്കന്മാരുടെ വിവരണങ്ങളിൽ ആ വിവരണങ്ങളിലുള്ള തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂറ്റിക്കകത്ത് അതിനകത്തെല്ലാം നമ്മളൊരു ചരിത്രപരമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പോർച്ചുഗീസുകാർ എന്താണ് വെച്ചാൽ
മാർത്തോമാ ശ്ലീഹായുടെ വരവിനെ പോർട്ടുഗീസുകാർ ഇവിടെ വന്ന് 1998 വന്നപ്പോൾ അവർ മാർത്തോമ ക്രൈസ്തവരെ മെലീൻ്റെ ഈസ്റ്റ് ആഫ്രിക്കയിലെ തുറമുഖത്ത് വെച്ച് കണ്ടു എന്ന് വാസ്കോ ഡി ഗാമയുടെ യാത്രാ വിവരണങ്ങൾ കൊടുക്കുന്ന ജേർണലിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു കണ്ടുമുട്ടലായിട്ട് അതിനെ പരാമർശിക്കുന്നില്ല. 1500 പെദ്രോ അൽവാരസ് കബ്രാൾ ഇവിടെ വരുമ്പോഴാണ് മാർത്തോമ ക്രൈസ്തവത്തെ കാണാൻ വേണ്ടി വരുന്നത്. വലിയൊരു സന്നാഹം മാർത്തോമ ക്രൈസ്തവർ വാസ്കോ ഡി ഗാമയെ 1502 കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഞങ്ങൾക്ക് രാജാവുണ്ടായിരുന്നു, ആ രാജാവിൻ്റെ കിരീടം ഇതായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ചെങ്കോലും കിരീടമൊക്കെ അത് വിലാർവട്ടൻ രാജകുടുംബത്തിൻ്റെയാണെന്നൊക്കെ പറയപ്പെടും, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കൊണ്ടേ കൊടുത്തുള്ള യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ സംരക്ഷണം ചോദിച്ചുകൊണ്ട് ഈ ആക്രമണത്തിന്, മുസ്ലിം ആക്രമണത്തിന് രക്ഷ നൽകാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ മാർത്തോമ ക്രൈസ്തവർ ആരാണെന്ന് അറിയാൻ വേണ്ടി പോർട്ടുഗീസുകാർ ശ്രമം നടത്തുകയാണ്. 1501 മനുവൽ 1-ാമൻ രാജാവ് ഇന്ത്യയിലേക്കുള്ള കച്ചവട വഴി തുറന്നു കഴിഞ്ഞപ്പോൾ നടത്തുന്ന ഒരു വിളംബരമുണ്ട്, അല്ലെങ്കിൽ കത്ത് കർദിനാൾമാർക്കും സ്പെയിനിലെ രാജാവിൻ്റെ രാജ്ഞിയും കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ഈ ഞങ്ങൾ കണ്ടെത്തിയ കൊച്ചിയിൽ നിന്ന് 150 ലീഗ് അകലെയാണ് മാർത്തോമാ ശ്ലീഹ കബറടക്കിയ സ്ഥലം. അതേ കബറടക്കിയ സ്ഥലത്തിൻ്റെ പേര് നരസിംഹ രാജാവാണ് അവിടെ ഭരിക്കുന്നത്. നരസിംഹ രാജാവാണെന്ന് ഈ വിജയനഗര രാജാവിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ കബറടങ്ങിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് തോമാസ് ശ്ലീഹായെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രമേണ ശേഖരിക്കുന്നതാണ്. 1517 അവർ മൈലാപ്പൂരെത്തി. 1521 അവരൊരു താവളം മൈലാപ്പൂർ തുടങ്ങി. 1523 അവർ ഗവേഷണം, ഉത്ഖനനം മൈലാപ്പൂർ നടത്തുക. അപ്പോൾ തോമാസ് ശ്ലീഹയെക്കുറിച്ചും തോമാസ് ശ്ലീഹ സ്ഥാപിച്ച ക്രൈസ്തവ കൂട്ടായ്മയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തന്നെ അവർ നടത്തുകയാണ്. അത് നടത്തിയപ്പോൾ ഒരു കാര്യം കണ്ടെത്തി, തോമാസ് ശ്ലീഹ കബറടങ്ങിയ സ്ഥലം മൈലാപ്പൂർ, അദ്ദേഹം അവിടെ തന്നെയാണ് അദ്ദേഹം കബറടക്കിയെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. ഈ കാണുന്ന ക്രൈസ്തവരെല്ലാം അവരെന്ന് പറയുന്ന 1,00,000 ക്രൈസ്തവർ തോമാസ് ശ്ലീഹയെന്ന് മാമോദിസ മുങ്ങിയ ആ വിഭാഗത്തിൽ നിന്ന് സന്തതി പരമ്പരകളായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ജനസംഖ്യ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ മാർത്തോമ ക്രൈസ്തവർ തന്നെയാണ് അറിയപ്പെടുന്നത്, വേറെ പേരിൽ അവർ അറിയപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ചരിത്ര സത്യം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരൊരു കാര്യം ചെയ്തു, തോമാസ് ശ്ലീഹ അവരുടെ പേട്രൺ സെയിൻ്റായിട്ട് എടുത്തു പോർട്ടുഗീസുകാർ. അപ്പം അതിനുശേഷം 1545 കൂടി അവർ ചെയ്ത് തോമാസ് ശ്ലീഹയുടെ പേരിലൂടെ നാണയം ഇറക്കി. സൗത്ത് ഒമേന്ന് എൻ്റെ പേര്. ആദ്യം ലിസ്ബണിലാണ് നാണയം അടിച്ച്. ആ നാണയം പിന്നീട് ഈ ഇന്ത്യയിൽ അടിക്കുകയുണ്ടായി. ഇന്ത്യയിൽ സ്വർണ്ണനാണയാണ്. സ്വർണ്ണനാണയം അടിച്ചിട്ട് സൗത്ത് ഒമേ എന്നുള്ള സെൻറ്റ് തോമസ് എന്നുള്ള സ്വർണ്ണനാണയം അടിച്ചു. ഒരു വശത്ത് തോമാസയുടെ ചിത്രവും മറുവശത്ത് നാണയത്തിന് മൂല്യം കൊടുത്തുകൊണ്ടുള്ള നാണയമാണ് 1548 ഇറക്കുന്നത്. ഒന്ന് നാണയം അതിൻ്റെ പേരിലിറക്കി. 2 കുരുമുളക് കൊണ്ടുള്ള കപ്പൽ, പ്രധാനപ്പെട്ട കപ്പലിൻ്റെ പേര് സൗത്ത് ഒമേ എന്നാക്കി. അപ്പോൾ തോമാസ് ശ്ലീഹ ഇവിടെ വന്നു, ആ തോമാസ് ശ്ലീഹ ഇവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത അവരുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ് ഈ ഒരു ഇതിനെല്ലാം കൊടുത്ത മാറ്റം. മൈലാപ്പൂരിന് അവർ പേര് മാറ്റി. മൈലാപ്പൂരിൻ്റെ പേര് അത് മൈലാപ്പൂരായിരുന്നു നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അവരതിന് മാറ്റി സൗത്ത് ഒമേന്നിട്ടു. ആ പട്ടണത്തിൽ സൗത്ത് ഒമേ, പോർട്ടുഗീസുകാരുടെ എല്ലാ പഴയ രേഖകളെടുത്താലും സിറ്റി പ്ലാൻ എടുത്താലും അതിനെല്ലാം സൗത്ത് ഒമേ എന്നാണ് കൊടുത്തേക്കുന്നത്, സെൻറ്റ് തോമസ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു നഗരത്തിന്, ഒരു പ്രദേശത്തിന് മുഴുവൻ സെൻറ്റ് തോമസിൻ്റെ പേര് തന്നെ കൊടുത്തത്. 16, 17, 18 നൂറ്റാണ്ട് വരെ ഇന്ന് കാണുന്ന മദ്രാസ്, മൈലാപ്പൂർ പ്രദേശം സൗത്ത് ഒമേ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്നത്. സാന്തോം അത് ഇതാണ് സ്പാനിഷ് വാക്കായിട്ടാണ് വന്നത്. സൗൻ്റെ സ്പാനിഷ് വാക്കാണ് സാൻതോമേ എന്ന് പറയുന്നത്. സാന്തോം അവർ ഡ്യൂ എന്ന് പറയുന്ന ഒരു ഫോർട്രസ് അവരുണ്ടാക്കി 1536. അതിനും തോമാസയുടെ പേരാണ് കൊടുത്തത്. അപ്പോൾ തോമാസ് ശ്ലീഹ എന്ന് പറയുന്ന വ്യക്തി ഭാരതത്തിൻ്റെ ആത്മീയതയുമായി, ഇവിടുത്തെ ക്രിസ്തീയതയായി ഔർഭാജ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിൻ്റെ ക്രിസ്തീയ തുടക്കം തോമാസ് ശ്ലീഹയിലാണ് എന്ന് തിരിച്ചറിഞ്ഞവർ മാർത്തോമ ക്രൈസ്തവർ നടത്തുന്ന കുരുമുളക് കൃഷി, ആ കുരുമുളക് കൃഷിക്ക് ഉപയോഗിക്കുന്ന ക്രയവിക്രയങ്ങൾ, അതിനുപയോഗിക്കുന്ന നാണയങ്ങൾ, അതിന് സൗത്ത് ഒമേ എന്ന് പേരിട്ടു. ആ കുരുമുളക് കൊണ്ടുപോകുന്ന കപ്പലിന് സൗത്ത് ഒമേ എന്ന് പേരിട്ടു. മാർത്തോമ ശ്ലീഹയുടെ കബറിടം ഉൾക്കൊള്ളുന്ന മൈലാപ്പൂർ, ആ സിറ്റി മദ്രാസ് മൈലാപ്പൂർ പ്രദേശം മുഴുവൻ സാന്തോം എന്ന് പേരിട്ടു. ഈ സമയത്ത് തന്നെയാണ് ഡ്യൂ ഫോർട്രസ് അവർ നിർമ്മിക്കുന്നത്, അതിന് സൗത്ത് ഒമേ എന്ന് പേരിട്ടു. അപ്പോൾ അങ്ങനെ സെൻറ്റ് തോമസ് എന്നൊരു ഒരു പേര് ഇവിടുത്തെ ആത്മീയതയായിട്ട് ബന്ധിപ്പിച്ചവർ കാണുകയുണ്ടായി. കാരണം തുടക്കം തോമസ് ആയതുകൊണ്ടാണ്.
ഫ്രാൻസിസ് സേവ്യറും തൻ്റെ കത്തിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ക്രൈസ്തവ സെൻറ്റ് തോമസിനെ സുവിശേഷം പ്രസംഗിച്ച് ക്രൈസ്തവരായത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു പാരമ്പര്യം ഈ ക്രൈസ്തവ കൂട്ടായ്മയുടെ തുടക്കത്തോട് ബന്ധപ്പെട്ട് അവിടെ ആത്മീയതയോട് ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് പൊട്ടിച്ചർ ബോധ്യം വന്നുകൊണ്ടാണ് തോമാശ്ലീഹയോട് ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി ഇതിലെല്ലാം കൊടുക്കാൻ കാരണമായത്. അപ്പോൾ സൗത്ത് തോമയിൽ നിന്ന് സ്വർണ്ണ നാണയം ഉണ്ടായതുപോലെ തന്നെ സൗത്ത് തോമ എന്ന പേരുള്ള വെള്ളി നാണയം അവരിറക്കുകയുണ്ടായി. 1570 അദ്ദേഹം അവരിറക്കിയ സ്വർണ്ണാണയത്തിന് 4 പഗോഡയുടെ 4 പഗോഡ എന്ന് പറയുന്നത് വിജയനഗര സ്വർണ്ണ നാണയമാണ്. 4 സ്വർണ്ണ നാണയത്തിൻ്റെ മൂല്യമുള്ള സൗത്ത് തോമയെ സ്വർണ്ണ നാണയം അവരിറക്കുകയുണ്ടായി. അപ്പം ഇത് തോമാശ്ലീഹയുടെ ബഹുമാനാർത്ഥം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ തോമാശ്ലീഹയുടെ വരവിനെക്കുറിച്ചും പ്രേക്ഷിതപ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ ശേഖരിക്കുകയുണ്ടായി. ഈ ശേഖരിച്ച വിവരങ്ങളെല്ലാം ഒരു പോർട്ടുഗലിന് അയക്കുകയുണ്ടായി. 1523 നടത്തിയ എക്സ്കവേഷൻ, ഉത്ഖനനം, മൈലാപ്പൂർ നടത്തിയ ഉത്ഖനനം, അതിൻ്റെ വിവരങ്ങൾ വളരെ വിശദമായിട്ട് അവർ പോർച്ചുഗലിലേക്ക് അയച്ചു. 1533 ഒരു എൻക്വയറി കമ്മിറ്റി വെച്ചു. മാർ ജേക്കബ് അബൂന എന്ന് പറയുന്ന നസാണി ക്രൈസ്തവരുടെ ഇടയിലുള്ള മെത്രാൻ്റെ നേതൃത്വത്തിലാണ് അത് അദ്ദേഹത്തിനും കൂട്ടിയാണ് നടത്തുക. ആ വിവരങ്ങൾ തോമാശ്ലീഹയുടെ പ്രേക്ഷിതപ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ശേഖരിച്ചേക്കുന്നത്. അപ്പോൾ ഷോദ ബാറൂസ്, ഡിയോഗോ കൂത്തോ, കസ്തഞ്ഞേത തുടങ്ങിയവരെല്ലാം ഈ തോമാശ്ലീഹയുടെ പ്രേക്ഷിതപ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ മരണം, അതേ സംബന്ധിച്ച സ്ഥലങ്ങൾ, ഈ ക്രൈസ്തവ കൂട്ടായ്മകളുടെ ജീവിത രീതികൾ, അനുഷ്ഠാനങ്ങളെല്ലാം വിവരിക്കുകയുണ്ടായി. അപ്പോൾ അവർ ഇതിനെ ക്രിസ്താവ് സൗത്ത് തോമേ എന്നാണ് ഈ ക്രൈസ്തവ കൂട്ടായ്മ വിളിച്ചത്, ക്രിസ്ത്യൻസ് ഓഫ് സെൻറ്റ് തോമസ്. അത് മാർത്തോമ ക്രിസ്ത്യാനികളുടെ ലിറ്ററലായിട്ടുള്ള പോർട്ടുഗീസ് തർജ്ജിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലാക്കൽ ഈ പോർട്ടുഗീസുകാർ ഈ ക്രൈസ്തവ കൂട്ടായ്മ കൊടുത്തുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് വേറൊരു ക്രൈസ്തവ സമൂഹമാണ്. പക്ഷേ ഇവരുടെ വ്യതിരിക്തമായ പാരമ്പര്യങ്ങളും വ്യതിരിക്തമായ അനുഷ്ഠാനങ്ങളും ആണ് ഇവിടെ രൂപപ്പെട്ട് വന്ന് നല്ലവർ മനസ്സിലാക്കി, പോർട്ടുഗീസുകാർ മനസ്സിലാക്കിയത്. അവർ മനസ്സിലാക്കിയത് പാഷണ്ഡതയാണെന്ന്. അത് തെറ്റുകളാണ് അവരുടെ ഇടയിലുണ്ട്. അത് നെസ്റ്റോർ ഹെരസിയാണ്, അത് തിരുത്തേണ്ടതാണ് എന്ന് അവർ ചിന്തിച്ചുകൊണ്ടാണ് അവർ ഉദയംപേർ സൂനോസ് വിളിച്ചു കൂട്ടുന്നതും തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ വ്യതിരിക്തത ഇവർ വ്യക്തമായിട്ട് പറയുന്നത് തോമാശ്ലീഹയുടെ അപ്പോസ്റ്റലേറ്റിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു എന്നാണ് ഇവർ. ജോർണാഥയ്ക്കകത്ത് വളരെ വിശദീകരിച്ച് തോമാശ്ലീഹയുടെ വരവിനെക്കുറിച്ചും അദ്ദേഹം പ്രസംഗിച്ച സ്ഥലങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭാഗമായിട്ട് ക്രൈസ്തവർ രൂപപ്പെട്ടതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ തെളിവുകളിലൊന്ന് പോർട്ടുഗീസുകാർ വന്നതിന് ശേഷം അവരെ കുറിച്ചിട്ടുള്ള കൃതികളാണ്. ഈ കൃതികൾ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംലഭ്യമായ രേഖകൾ, നാട്ടറിവുകൾ, പള്ളികളുള്ള ആർക്കൈവ്സിലെ രേഖകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇവർ എഴുതിയത്. ശൂന്യത എഴുതിയതല്ലതല്ല. കുറേ കൃതികൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, കത്തിച്ച് കളഞ്ഞു പാഷണ്ഡത പേടിച്ചിട്ട്. കാരണം ഉദയംപേരൂർ സൂനോസിൽ പാഷണ്ഡത ഉണ്ടാകും തോന്നുന്ന കൃതികളെല്ലാം കത്തിച്ച് കളയണം എന്ന് തീരുമാനിച്ച് കുറേ കത്തിച്ച് കളഞ്ഞു. അതിന് ചരിത്രകൃതികളും കത്തിച്ച് കളയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം ഇരുന്ന അറിവുകൾ അവർ ലിഖിത രൂപത്തിലാക്കി. അപ്പോൾ അവരുടെ ഭാവന എഴുതിയതല്ല ഇത്. ഇവരുടെ ഇടയിലുണ്ടായ ചരിത്രരേഖകളിൽ നിന്നും ഇവരുടെ മനസ്സിലാക്കലിൽ നിന്നും സാംശീകരിക്കപ്പെട്ട അറിവുകളാണ് അവർ ചരിത്ര വിവരണങ്ങളെല്ലാം പരാമർശിക്കുക. അവർ പല കാലഘട്ടം ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരായിരുന്നെങ്കിലും അവരെ പരാമർശിക്കുന്നതെല്ലാം ഒരു കൊമണാലിറ്റി ഉണ്ട്. തോമാശ്ലീഹ വന്ന സ്ഥലം, പ്രവർത്തിച്ച സ്ഥലം, പ്രഘോഷിച്ച സ്ഥലങ്ങൾ, അദ്ദേഹം കടന്നുപോയ വഴികൾ, ഇടങ്ങൾ, ഇതെല്ലാം തന്നെ എല്ലാ കൃതികളിലും ഏകദേശം സമാനമാണ്. അപ്പോൾ ഇത് കോപ്പിംഗ് അല്ല, വിവരണങ്ങളിൽ വ്യതിരിക്തതയുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു 100-160 വർഷം മുഴുവൻ ഉണ്ടായിരുന്ന പോർട്ടുഗീസുകാർ വിവരിക്കുന്നത് ഇവരിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ചരിത്ര വിവരങ്ങളാണ്, ഒരിടത്തുനിന്നല്ല. ഈ തോമാശ്ലീഹയുടെ ക്രൈസ്തവ സാന്നിധ്യം കടന്നുപോയ സ്ഥലങ്ങളും സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളും മാർത്തോമ ക്രൈസ്തവ ജീവിച്ച സ്ഥലം, അതൊന്ന് ഏകദേശം 80 പള്ളികളുടെ അടുത്തുള്ള ജോണാഥയ്ക്കകത്ത് പറയുന്നത് വെച്ചാണ് 80 പള്ളികളടുത്തുണ്ട്. ആ പള്ളികളിൽ സന്ദർശിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളും അതെല്ലാം വെളിച്ചത്തിലാണ് അവർ വിവരിച്ചത്. അപ്പോൾ ഇതെല്ലാം വലിയ ചരിത്രരേഖകളാണ്. അപ്പോൾ ഇത് പ്രൈമറി സോഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി സോഴ്സിൻ്റെ കളക്ഷനും അതിൻ്റെ കൊള്ളേഷനും അതിൻ്റെ കോമ്പിനേഷനും എല്ലാം നടക്കുന്നുണ്ട് ഇതിനകത്ത്. ടാമ്പറിങ് അവരുടെ മനസ്സിലാക്കി ചിലപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് വരുന്നുണ്ടാകും. പക്ഷേ അത് കാരണം കൊളോണിയൽ ഇൻ്റർവെൻഷൻ എപ്പോഴും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കണം എന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ത്രെഡ് ഓഫ് കണ്ടിന്യൂറ്റി ഇതിനകത്തെല്ലാം കിടക്കും. നറേഷനിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കാണുന്നുണ്ട്. അതാണ് നമ്മൾ ചരിത്രപരമായിട്ട് എടുക്കുന്നത്.
കാരണം ഒരു കൊളോണിയൽ ഇൻ്റർവെൻഷൻ കൊണ്ട് അവരുടേതായ ഇംഗിതങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടാകും. അതൊന്നും ഇല്ലെന്നും പറയണമെന്നൊന്നുമില്ല. പക്ഷേ ചരിത്രകാരൻ കാണുന്നത് ഇതിനകത്ത് എന്തെല്ലാം ഹിസ്റ്റോറിസിറ്റി ഉണ്ട്, ഏതെല്ലാം നറേറ്റീവ്സ് ഹിസ്റ്റോറിക്കൽ തെളിവുകളായിട്ട് എടുക്കാൻ പറ്റും, ഏതെല്ലാം നമുക്ക് ക്രെഡിബിലിറ്റി ഉള്ള സോഴ്സുകൾ എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന വിവരങ്ങൾ നമുക്ക് ചരിത്രപരമായിട്ട് തെളിവെടുക്കാൻ പറ്റുക. ഇപ്പോൾ ലക്ഷ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും തോമസ് സ്ലീഹായുടെ വരവിനെ സാധൂകരിക്കുന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ വിവരണങ്ങൾ. ആ വിവരണങ്ങൾ നമ്മളിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി വിവരണങ്ങൾ തോമാസിയുടെ വരവിനെ സാധൂകരിക്കുന്ന വിവരണം ഒത്തിരിയുണ്ട്. നമുക്കതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. പോർച്ചുഗീസുകാരുടെ ആ ലിഖിത പാരമ്പര്യം ഇല്ല എങ്കിൽ നമുക്ക് ഇത്രയും വിവരം കിട്ടുമായിരുന്നില്ല. തുറന്ന് പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ച പുസ്തകത്തിൽ വിവരം നല്ല ശതമാനം ജർമ്മൻ സോഴ്സുകളുണ്ട്, ഇറ്റാലിയനുണ്ട്, ഡച്ചുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പൗരസ്ത്യ ഭാഷകൾ അറബിയുണ്ട്, സുറിയാനിയുണ്ട്, വിവിധ ഭാഷകളുടെ രേഖകളുണ്ട്. അതിനേക്കാൾ ഒത്തിരി ഇരട്ടി വിവരങ്ങൾ നമുക്ക് പോർട്ടുഗീസ് രേഖകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ പോർട്ടുഗീസ് രേഖകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ സത്യമാണ് എന്ന് നമ്മൾ എടുത്തു പറയാൻ കാരണം മറ്റ് രേഖകളിൽ പോർച്ചുഗൽ ഒരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ രൂപപ്പെട്ടു വന്ന രേഖകളിൽ പരാമർശിക്കുന്ന വിവരങ്ങൾ ഇതിനകത്തുണ്ട് എന്നതുകൊണ്ടും, രണ്ട് കൂടുതൽ വിശദീകരണം ഈ പോർട്ടുഗീസ് രേഖകളിൽ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടും നമുക്ക് കൂടുതൽ തെളിവുകളായിട്ട് പോർട്ടുഗീസ് രേഖകളിൽ പല പരാമർശങ്ങളും നമുക്ക് സംലഭ്യമാണെന്നുകൊണ്ടും കൂടിയാണ്. ഈ ഒന്നിൻ്റെ കോപ്പിയല്ല ഇത് പല ജിയോഗ്രഫി ഇരുന്നുകൊണ്ട് പല പ്രദേശങ്ങളിൽ നിന്ന് എഴുതുമ്പോൾ പരസ്പരം ബന്ധപ്പെടാനോ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടോ കോപ്പി ചെയ്യാനുള്ള അവസരങ്ങളില്ല. ഇന്നത്തെ പോലെ ഫോട്ടോ കോപ്പി ചെയ്യാനായിട്ടോ ഗൂഗിളിൽ തപ്പാനായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് ഒന്നുമില്ല. അവരവരുടേതായ സ്ഥലങ്ങളിൽ അവർ മനസ്സിലാക്കിയ വിധത്തിൽ കുറിച്ച് വെച്ച വിവരങ്ങൾ ഇന്ന് എടുത്ത് നോക്കുമ്പോഴാണ് എന്തൊരു കൊമണാലിറ്റികളാണുള്ളത്, എന്തൊരു കൺവേർജൻസുകളാണുള്ളത്, എന്തൊരു പൊരുത്തങ്ങളാണുള്ളത് ഈ പല കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന രേഖകളിലുള്ളത്. അത് ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമല്ല, അത് ചരിത്രപരമായ യാഥാർത്ഥ്യമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. കാരണം അതിൻ്റെതായ ചരിത്രപരമായിട്ടുള്ള ക്രെഡിബിലിറ്റി ഉണ്ട് ഓരോ സോഴ്സിനും. അതിനകത്ത് സാദൃശ്യം കാണുന്നു എന്നുള്ളത് ആകസ്മികതയാണ്, അത് ഇൻറ്റൻഷനല്ല. ഇന്ന് ചരിത്രമാരെ കണ്ടിട്ട് അത് ആ ഒരു എന്താ പറയുക നോൺ ഇൻറ്റൻഷണൽ റെക്കോർഡിംഗ് ആണ് നമ്മളിത് രേഖകളായിട്ട് എടുക്കാൻ കാരണം. അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് കൂടിയിട്ട് ഹോമോജനൈസ് ചെയ്ത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് എല്ലായിടത്തും ഒരേ അറിവ് തന്നെയാണ്, അത് പല ഭാഷയിൽ എഴുതുന്നുണ്ടെന്ന് വെച്ചാണെങ്കിൽ ശരിയാണ്. അതിനകത്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ട്, അതിനകത്ത് മറ്റ് താല്പര്യമുണ്ട്. ഇതങ്ങനെയല്ല. കാരണം ആരൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് 950 വരെ പലർക്കും അറിയില്ല. ഇന്ന് കിട്ടുന്ന പല രേഖകളും 950 ശേഷം കിട്ടുന്ന രേഖകളാണ് ഈ പരാമർശ പല രേഖകളും. 1505 വന്ന ബൾത്താസർ സ്പ്രെങ്ങർ കൊച്ചി വന്നിട്ട് അദ്ദേഹം മൈലാപ്പൂർ പോയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ മൈലാപ്പൂർ പോയി എന്ന് അദ്ദേഹം മേർഫാർട്ട് എന്ന് പറഞ്ഞ് കൃതിക്കകത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ തോമസ് കപടത്തിൽ പോയി എന്നുള്ള ഈ രേഖകളൊന്നും ഈ അടുത്ത കാലം വരെ അധികം പേരത് ഉപയോഗിച്ചിട്ടുള്ള രേഖകളല്ല. അപ്പം ഞാൻ ഇപ്പം സൂചിപ്പിച്ച പല രേഖകളും ഈ അടുത്ത കാലത്തൊക്കെ പൊന്തി വന്ന രേഖകളുടെ വെളിച്ചത്തിലാണ് സൂചിപ്പിച്ച്. അതെല്ലാം കാണിക്കുന്നത് പരസ്പരം ബന്ധമില്ലാത്ത ആളുകൾ ചെതറി താമസിച്ചപ്പോൾ പോലും ഈ ചരിത്രത്തിൻ്റെ അംശം അവരുടെ എത്തിയിരുന്നു, ആ ചരിത്രം അവർ കുറിച്ച് വെച്ചിരുന്നു. ഇത് തെരഞ്ഞു പിടിക്കുമ്പോൾ ഈ ഒരു കൊമണാലിറ്റി, ഈ ഒരു കൺവേർജൻസുകൾ സത്യത്തിൻ്റെ തെളിവുകളുടെ കൺവേർജൻസുകളായിട്ട് അതിനെടുക്കുക. അത് തോമസ് ലീയുടെ പ്രേക്ഷക പ്രവർത്തനത്തിലേക്ക് വിരച്ചുണ്ടെന്നു. സത്യം കാലത്തെ അതിവർത്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും. കാലത്തിൻ്റെ മഹാപ്രവാഹത്തിൽ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന പല ചരിത്ര വസ്തുതകളെയും നിരന്തര പരിശ്രമത്തിലൂടെയും ഗവേഷണത്തിലൂടെയും കണ്ടെത്തി ദ അപ്പോസ്തോലേറ്റ് ഓഫ് സെൻറ്റ് തോമസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ വായനക്കാർക്ക് ലഭ്യമാക്കി തീർക്കുകയും ഇന്ന് ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്കായി പുനരവതരിപ്പിക്കുകയും ചെയ്ത മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ അച്ഛന് പ്രത്യേകം നന്ദി.